ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? നമ്മുടെ വീഡിയോയിലേക്ക് പുതുതായിട്ട് കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി, സന്തോഷം അറിയിച്ചു കൊള്ളുകയാണ് കേട്ടോ. പുതുതായിട്ട് ചാനലിലേക്ക് വന്നിട്ടുള്ളവർക്ക് എന്നെ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. എൻ്റെ പേര് അഞ്ജലി എന്നാണ്. നമ്മുടെ ചാനലില് ട്രാവലിംഗ്, കുക്കിംഗ്, ലോ ഓഫ് അട്രാക്ഷൻ, മോട്ടിവേഷണൽ വീഡിയോസ് എല്ലാം ഉൾപ്പെടുന്ന സെഗ്മെന്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കും ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. പക്ഷെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിലല്ലാതെ കുറച്ച് പേര് വാട്സപ്പിൽ എനിക്ക്, കാരണം വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിൽ കുറച്ച് ഡൗട്ടുകൾ ചോദിക്കും. നമ്മൾ എത്രയൊക്കെ വീഡിയോസ് ചെയ്താലും ഉണ്ടല്ലോ, ഡൗട്ടുകൾ ഉണ്ടാകുന്നത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. കാരണം നമുക്ക് അറിയാനുള്ള ആകാംക്ഷ തന്നെയാണ് സംശയങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് സംശയങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ അവർക്ക് മാത്രമായിട്ട് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ അവർ മാത്രമല്ല അത് അറിയുന്നുള്ളൂ. ഇതേ സംശയങ്ങൾ ചിലപ്പോൾ വീണ്ടും ആരെങ്കിലും ചോദിച്ചേക്കാം. അപ്പോൾ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടി ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഇതേ ഡൗട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സഹായിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. ചോദിച്ചത് മറ്റൊന്നുമല്ല, ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ക്ലാസ്സുകളിലൊന്നും പങ്കെടുത്തിട്ടില്ലെങ്കിലും യൂട്യൂബിലാണല്ലോ മെയിൻ ആയിട്ട്, അതുപോലെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള അറിവുണ്ട്. അതൊക്കെ വെച്ച് പല ടെക്നിക്കുകളും ചെയ്ത് നോക്കിയിട്ടുമുണ്ട്. ചിലത് സക്സസ് ആയിട്ടുണ്ട്, ചിലത് റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടി. അതായത് പറഞ്ഞത് പില്ലോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. അത് അപ്ലൈ ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടി. പക്ഷെ മറ്റൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇതേ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ സംശയങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ നിലവില് ഒരു അമ്പലത്തില് വഴിപാട് കാര്യങ്ങൾ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏലസ് കാര്യങ്ങൾ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ്. അതുപോലെ ലോ ഓഫ് അട്രാക്ഷനിൽ നമുക്ക് ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത്, എനർജി തലം എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ആക്കി നിർത്തണമല്ലോ. കൺസിസ്റ്റൻസി ആണല്ലോ അതിന് മെയിൻ എന്ന് പറയുന്നത്. പക്ഷെ അത് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഡൗട്ടുകളാണ്. എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകും. അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ. പക്ഷെ അങ്ങനെ പറഞ്ഞു തീർക്കേണ്ട ഒരു ടോപ്പിക് അല്ല. അത്രയും വിശദമായിട്ട് പറഞ്ഞിട്ട് പോലും ഡൗട്ടുകൾ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറയട്ടെ. ഒരേ ടെക്നിക്ക് തന്നെ രണ്ട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തിട്ട് ഒന്നിന് റിസൾട്ട് കിട്ടുകയും ഒന്നിന് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ പറയാം. ആദ്യം തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എവിടുന്നാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത് യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള അറിവുമായിരിക്കും. ഇനി ഞാൻ പറയുന്ന കാര്യവും നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന അറിവും തമ്മിൽ ശരിയാണോ എന്ന് ഒന്ന് സെൽഫ് ഇവാലുവേഷൻ നടത്തി നോക്കണേ. അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായമല്ല, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ ഫാക്ട്, യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ചിലർ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത്, നിങ്ങളെ പോലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ആണോ എന്നുള്ളത്. ഒരിക്കലും അല്ല. പ്രപഞ്ചമുണ്ടായ കാലം തുടങ്ങി ഇവിടെ നിലനിൽക്കുന്ന ഒരു നിയമമാണ്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സത്യമാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത്. പക്ഷെ ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നിലനിൽക്കുന്ന എല്ലാം നമ്മൾ അറിയണം എന്നില്ല. നമ്മൾ അറിയണമെങ്കിൽ ഇത് ആരെങ്കിലുമൊക്കെ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഇത് അറിയുക. അങ്ങനെ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ഒരുപാട് സയന്റിസ്റ്റുകൾ അവരുടെ കണ്ടെത്തലുകൾ പല പുസ്തകങ്ങളായിട്ടും പല വീഡിയോസ് ആയിട്ടും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ആളുകൾ അറിയാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ നമ്മളിത് അറിഞ്ഞു വന്ന് ചില കാര്യങ്ങളിൽ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്കിതിലേക്ക് മുഴുവനായിട്ടുള്ള വിശ്വാസവും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഈ ഭൂഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ നമ്മളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏത് വസ്തുവും ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് അല്ലെ, അതിപ്പോ ന്യൂട്ടൺ കണ്ടെത്തിയത് കൊണ്ട് നമ്മൾ എന്താ ചെയ്തേ, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇതിപ്പം കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ഏത് വസ്തുവും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് തന്നെ വീഴുണ്ടായിരുന്നുള്ളൂ. ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് ആകർഷണ നിയമവും പണ്ട് തുടങ്ങി, അതായത് പ്രപഞ്ചം ഉണ്ടായ കാലം തുടങ്ങി ഇവിടെ ഉള്ളത്. ഇനി എന്താണിത് സംഭവം? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും പ്രവർത്തിക്കുന്നത് എനർജിയിലൂടെയാണ്.
ഊർജം എന്ന് പറയുന്നതുണ്ടെങ്കിലാണ് ഇവിടെ എന്തിനും ചലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഏതിനും, ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ത് തന്നെ ആയിരുന്നാലും അതിനൊരു ഊർജം എന്ന് പറയുന്നത് ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും ഉണ്ട്. അപ്പോ എന്താണ് ഒരു മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നത്? മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നമുക്ക് കാണുകയും ടച്ച് ചെയ്യുകയും ചെയ്യാൻ പറ്റും, അല്ലെ? ഇപ്പൊ തല, കണ്ണ്, മൂക്ക്, വായ്, കയ്യ്, ഇതെല്ലാം നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇന്റേണൽ ഓർഗൻസ് ആണ് എങ്കിൽ പോലും നമുക്കത് അറിയാം, നമുക്കത് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും, കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് അവർക്കത് കാണുകയും ചെയ്യാം. എന്നാൽ മനുഷ്യ ശരീരത്തിൽ കാണാനും ടച്ച് ചെയ്യാനും പറ്റാത്ത ഒരേ ഒരു അവയവം എന്ന് അതിനെ വിളിക്കാവോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരേ ഒരു അവയവം ഏതാണെന്നറിയോ? അതാണ് മനുഷ്യ ശരീരത്തിന്റെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള മനസ്സ് എന്ന് പറയുന്നത്. മനസ്സാർക്കും, അത് ഒരു മനുഷ്യന് പോലും, ഒരു ഡോക്ടർക്ക് പോലും അത് കാണാനോ തൊടാനോ സാധിക്കില്ല. ആ മനസ്സിന് 2 തലങ്ങളുണ്ട്, ബോധ മനസ്സെന്നും ഉപബോധ മനസ്സെന്നും പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ തിങ്ക് ചെയ്യുന്നത്, കാണുന്നത് എല്ലാം നമ്മുടെ ബോധ മനസ്സിലൂടെ പതിഞ്ഞ് അത് ഉപബോധ മനസ്സിൽ വന്ന് അടിഞ്ഞു കിടക്കും. അങ്ങനെ ചെറുപ്പം തുടങ്ങി, നമ്മളൊക്കെ ചെറിയ വാവയായിരുന്നപ്പോ തുടങ്ങി ഈ പ്രായം വരേക്കും വന്നിട്ടുള്ള എല്ലാ അനുഭവങ്ങളും കാഴ്ചകളും കേൾവികളും ഒക്കെ ഇതെല്ലാം അടിഞ്ഞു കിടക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് എന്ത് തന്നെ വന്നാലും ഉടനെ നമ്മുടെ ബ്രെയിനിനെ അത് അറിയിക്കുന്ന ഒരു ജോലിയുണ്ട്. ബ്രെയിൻ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അതിനാവശ്യമായ, അതായത് ആ ചിന്തിക്കുന്ന കാര്യം നടത്തി കൊടുക്കാനുള്ള ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. എല്ലാ കോശങ്ങളെയും ബ്രെയിൻ അതിന് സജ്ജമാക്കും. ദേ റെഡി ആയിട്ടിരുന്നോളൂ ഇന്ന കാര്യത്തിനെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിലിരുന്ന് ഒരാള് നല്ല പുളിയുള്ള ഒരു മാങ്ങ കഴിക്കുമ്പോൾ അറിയാതെ നമ്മുടെ വായില് ഉമിനീര് വരുന്നത്, ആ ഉമിനീര് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഒരാൾ അയ്യോ ദേ പാമ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു ഭയപ്പാട് നമ്മളിൽ ഉണ്ടാവുന്ന, ഒരു അടിവയറ്റിൽ നിന്ന് ഒരാളിൽ നമുക്ക് ഉണ്ടാകുന്നത്, അതൊക്കെ ഈ പറയുന്ന ചിന്തകൾ വന്നപ്പോഴത്തേക്കും അതിനനുസരിച്ച് ബ്രെയിൻ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം ഊർജത്തിലാണ് എന്ന് മനസ്സിലായി. ഇനി എവിടെയാണ്, എന്താണ് ചെയ്യേണ്ടത്? ഇത്ര നാളും നമ്മൾ ചിന്തിച്ചിരുന്നതൊക്കെയും ഒരു ഊർജമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഊർജം എന്ന് പറയുന്നതിന് ഷേപ്പില്ല, കളറില്ല, നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ പറ്റില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിലെല്ലാം, നമ്മുടെ ഈ തൊട്ടടുത്ത് പോലും ഇതിലെല്ലാം ഊർജമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെതായ ഊർജം പുറത്തേക്ക്, ഈ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലേക്ക് പോവുകയാണ്. അത് പോയി അവിടെ അലിയുകയല്ല, അലിഞ്ഞു ചേരുകയല്ല. ഇപ്പൊ ഒരു ഭിത്തി പോലെ എവിടെ നിന്ന് ഒരു സാധനം നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭിത്തിയിൽ തട്ടി അത് തിരിച്ചു വരുന്നത് പോലെ ആ ഭിത്തിയിലേക്ക് അലിഞ്ഞു ചേരുന്നില്ല. അപ്പൊ പ്രപഞ്ചത്തിലേക്ക് ചെന്ന് അത് അലിയുന്നില്ല, അത് അവിടെ തട്ടി തിരിച്ച് എന്താ ചെയ്യുന്നേ? നമ്മളിലേക്ക് തന്നെ വരും. അതുകൊണ്ടാണ് മനുഷ്യ ടവർ എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. ചിന്തകൾ വിഘടിപ്പിക്കുകയും അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ അനുഭവമായി വരികയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായി തീരുമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നതായി തീരും എന്നല്ല, പക്ഷെ നിരന്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിനുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ആ എനർജിക്ക് മാച്ചാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുവരെ വന്ന അനുഭവങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായിരുന്നോ? അല്ല. ആഗ്രഹിച്ചതും ഉണ്ടാകും, ഇല്ലാത്തതും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ക്രിയേറ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് തന്നെ ആയിക്കൂടെ? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ജീവിതത്തെ നമുക്ക് കൊണ്ടുപോയി കൂടെ? തീർച്ചയായും സാധിക്കും. എന്താണ് ചെയ്യേണ്ടത്? ഏത് ഡോക്ടറുടെ അടുത്താണ് പോവേണ്ടത്? ഏത് സൈക്കാട്രിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്? ആരുടെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓൾറെഡി പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ടതനുസരിച്ചാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. വേറെ ഒരാൾക്കും, നിങ്ങളിപ്പോൾ ഒരു ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും, ചെയ്തു എന്ന് കരുതിക്കൊണ്ട് മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല നിങ്ങൾ വിചാരിക്കാതെ. കാരണം എത്ര പ്രാഗൽഭ്യമുള്ള ഒരു മെന്റർ ആയിരുന്നാലും അവർക്ക് നിങ്ങളുടെ മനസ്സിന്റെ പുറത്ത്, ഔട്ടർ സൈഡിൽ നിന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡയറക്ഷൻ തരാൻ പറ്റും, ഗൈഡ് ലൈൻസ് തരാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സില് ഓൾറെഡി പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ട വസ്തുത തിരുത്തുന്നതിന്.
അത് റീപ്രോഗ്രാമിംഗ് ചെയ്ത് വെക്കുന്നത് നിങ്ങളാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ സംഭവിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തകൾ വരുന്നു. എനർജി പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് എനർജി ആണെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് വൈബ്രേഷൻ ആയിട്ട് പോയി കഴിയുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരും. അതായത് സന്തോഷം, സ്നേഹം, സമാധാനം, പ്രതീക്ഷ, കരുണ, ഇതെല്ലാം പോസിറ്റീവ് വികാരങ്ങളാണ്. നെഗറ്റീവാണ് ദേഷ്യം, വെറുപ്പ്, കുശുമ്പ്, സങ്കടം, ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം പേടി, ഉത്കണ്ഠ, ഇതെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ കോൺഷ്യസ്ലി നിങ്ങൾ തിങ്ക് ചെയ്യുക, ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണോ അല്ലാത്തതാണോ, ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ. ആവശ്യമില്ലെങ്കിൽ ഉടനെ തന്നെ അവിടെ ഫിൽട്ടർ ചെയ്ത് ആവശ്യമില്ലാത്തതിനെ റിമൂവ് ചെയ്യുക. അതിനാണ് ക്യാൻസൽ 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 എന്ന് നമ്മൾ പറയേണ്ടത്. ആവശ്യമില്ലാത്തൊരു കാര്യം വരുമ്പോൾ ഉടനെ നമ്മുടെ മൈൻഡ്, അതൊരു സ്വിച്ച് വേർഡ് ആണ്, നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, ഉടനെ അതിൽ നിന്ന് ടേൺ ചെയ്യും. നമ്മൾ ഈ ക്യാൻസൽ എന്ന് പറയുമ്പോൾ പറയുന്ന വാക്കിൽ ശ്രദ്ധിക്കും. അപ്പൊ നമ്മുടെ ചിന്തയെ അവിടെ സഡൻലി സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ കോൺഷ്യസ്ലി, നിങ്ങൾ ബോധപൂർവം നിങ്ങൾക്ക് വേണ്ട ചിന്ത എന്താണോ അതിനെ പ്രതിഷ്ഠിക്കുക. അത് നമ്മളുടെ തന്നെ ജോലി, വേറെ ആർക്കും ചെയ്തു തരാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്തുക. സന്തോഷമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഇത് രണ്ടും വേറൊരാളിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നതല്ല. ഇത് രണ്ടും ഇതിന്റെ രണ്ടിന്റെ പ്രൊഡ്യൂസർ നമ്മളാണ്. ഇതിന്റെ രണ്ടിന്റെ ഫാക്ടറി ദേ ഇവിടെ ഇരിക്കുന്നത്. ഇതിലാണ് ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്നേഹവും സന്തോഷവും എല്ലാം. ഓക്കെ, അപ്പോ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഇതാണ്, ഒരേ ടെക്നിക്ക് തന്നെ. കാര്യം ഇതാണ്, ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷന് വേണ്ടി ഒരു പില്ലോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ ചെയ്തു. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാള് നിങ്ങളായിട്ട് വഴക്കിട്ടു, അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു. അപ്പൊ ആ പേഴ്സൺ നിങ്ങളുടെ ബ്ലോക്ക് മാറ്റുന്നതിനും നിങ്ങളെ സംസാരിക്കുന്ന നിങ്ങളിലേക്ക് വരുന്നതിനും ഒക്കെ ആയിട്ട് ഒരു പേപ്പറിൽ നിങ്ങളത് എഴുതി വെച്ച് പില്ലോ വെച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ദേ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട്, മാത്രമല്ല ഒരു ഹായ് അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജും കണ്ടു. എന്നാൽ എന്താ ചെയ്യുന്നത്, തലേദിവസം നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ അത്രയും പോസിറ്റീവിൽ നിന്ന് എഴുതി, അത് ഫലിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ കാര്യം നടന്നു. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത്രയും സന്തോഷമാണ്, അത്രയും ഹൈ വൈബ്രേഷൻ തലത്തിൽ നിൽക്കുകയാണ്, നിങ്ങൾ നല്ല എനർജിയിൽ നിൽക്കുകയാണ്. പക്ഷേ പിന്നെ നിങ്ങൾ വീണ്ടും അടുത്ത ചിന്തിക്കാൻ തുടങ്ങുന്ന എന്താണെന്നറിയോ, ഇനി ഈ വ്യക്തി എന്നെ കാണണം എന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ എന്നെ വിളിക്കുമായിരിക്കും. പിന്നെ ഒരു ഉച്ചയാവും, വൈകുന്നേരം ആവും, വിളിക്കുന്നില്ല, ഒരു മെസ്സേജ് പോലും, ഞാൻ അങ്ങോട്ട് തിരിച്ചൊരു സ്മൈലി അയച്ചിട്ട് അത് സീൻ ചെയ്തിട്ടേ ഉള്ളൂ, വീണ്ടും നമ്മള് എന്താ പറയുന്നത്, നെഗറ്റീവായിട്ട് ചിന്തിക്കും. എന്നാലും എന്നോടൊരു സ്നേഹമില്ലാതായിരിക്കും, അപ്പൊ അതാണ് ഇനി അറിയാതെ വേറെ ആർക്കെങ്കിലും അയച്ച മെസ്സേജ് എനിക്ക് വന്നതാണെങ്കിലോ, പിന്നെ എന്തിനായിരിക്കും ബ്ലോക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സംശയം. സംശയം എന്ന് പറയുന്നത് നെഗറ്റീവ് വികാരമാണ്. ഒരു ചെറിയ സംശയം അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ, പേടി, ഇതൊക്കെ വരുന്നത് നെഗറ്റീവാണ്. അപ്പൊ ആ രാവിലെ വരെ ഉണ്ടായിരുന്ന വൈബ്രേഷൻ തലം നിങ്ങളുടെ ചിന്തകളാൽ തന്നെ അത് എന്താക്കി തീർത്തു, ഡൗൺ ആക്കി തീർത്തു. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തില് രാവിലെ നല്ല എനർജറ്റിക് ആണെങ്കിൽ ഉച്ച കഴിയുമ്പോൾ ചില കാര്യങ്ങളിൽ ഡൗൺ ആവും. 2 ദിവസം നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഹൈ വൈബ്രേഷൻ തലത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ 3-ാമത്തെ ദിവസം വീണ്ടും ഡൗൺ ആവും. അപ്പൊ എങ്ങനെയാണ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക? കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സ്ഥിരത. നമുക്ക് ഏത് കാര്യത്തിനും സ്ഥിരത വേണം. ഇപ്പൊ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ 1-2 ദിവസം ചെയ്തു, പിന്നെ ഒരു 4-5 ദിവസം പോകുന്നില്ല, പിന്നെ പോയി, പിന്നെ ഒരു 2 ആഴ്ച പോകുന്നില്ല, പിന്നെ പോയി, അങ്ങനെ ഒരു 3 മാസം കൊണ്ട് അവർ പറയുന്നു നിങ്ങൾ എന്തായാലും ഒരു 10 കിലോ കുറയുന്നു. നോക്കുമ്പോൾ 2 കിലോ കുറഞ്ഞിട്ടുണ്ടാവും. റിസൾട്ട് കിട്ടിയില്ല. എന്താ കാരണം? കൺസിസ്റ്റൻസി ഇല്ല. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി ഉണ്ടാവണമെങ്കിൽ ശീലങ്ങൾ എന്ന് പറയും. ഇനി ഇതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മൾ ഒരു കാര്യത്തിൽ കോൺഫിഡന്റ് ആയിട്ട് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് ശീലങ്ങൾ കൊണ്ടുവരണം. ഒന്ന്, നമ്മൾ സ്ഥിരമായിട്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം, എന്ന് വെച്ചാൽ ഒരുപാട് ലേറ്റ് ആകാതിരിക്കുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവം ഉള്ളവരാകുന്നത്, മെഡിറ്റേഷൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രാണായാമ പോലുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ കോർട്ടിസോളിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുന്നത്, സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 10 പൈസ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എല്ലാ ദിവസവും ഒരു പുഞ്ചിരിക്കുന്ന മനോഭാവം, നമ്മൾ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഏത് മനുഷ്യരുടെ അടുത്ത് നമ്മുടെ ചിരിക്കുന്ന ഒരു മുഖം എന്ന് പറയുന്നത് എത്രയോ പേരുടെ ടെൻഷൻ മാറ്റാൻ അത് കാരണമാകുന്നറിയോ. ഭയങ്കര ടെൻഷനിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളായിരിക്കും,
പക്ഷെ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി കാര്യങ്ങൾ കാണുമ്പോൾ അറിയാതെ അവർക്കും ഒന്ന് എന്താണ് ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും അവരുടെ ഒരു ടെൻഷൻ അതൊരു മാറ്റം വരാനായിട്ട് കാരണമാകും. അത്രയും നല്ലൊരു മരുന്നാണ് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. ചില ആളുകളുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ ഭാവമാണ്, ചിരിച്ചാൽ എന്റെ വിലയൊക്കെ പോകും, അതുകൊണ്ട് ഞാൻ കുറച്ച് ഗമയൊക്കെ ഇട്ടങ്ങ് നടക്കാം എന്ന് വിചാരിക്കും. വെറുതെയാണ്. ഏറ്റവും ഈഗോ അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകളാണ്, ഹൈ നെഗറ്റീവ് പീപ്പിൾ ആണ് അവരൊക്കെ. കാരണം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ചിരിക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ വെറുതെ ആളുകളെ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കണം നല്ല പറയണം. ഒരു പുഞ്ചിരിക്കുന്ന മുഖം, അത് പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുടെ ലക്ഷണം. നിങ്ങൾ നോക്കിയുള്ളൂ, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെയുള്ള ചില മനോഭാവങ്ങൾ നമ്മളിൽ കൊണ്ടുവരിക. ഇന്നും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ കുടിക്കാനായിട്ട് വെള്ളം എടുക്കുമ്പോഴും അറിയാതെ ഒന്ന് മനസ്സിൽ ദൈവമേ എന്നുള്ളൊരു ശീലം, ഒരു തോന്നൽ വന്നാൽ മതി. കാരണം എനിക്കിത് കഴിക്കാൻ ആ സമയത്തിന് ഭക്ഷണം കിട്ടിയല്ലോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇത്ര വലിയ സംഭവം ആണോ എന്നുള്ളത്. അതുപോലെ എന്തിനും ഒരു നന്ദി ഭാവം, നമുക്കുള്ളതിന് നന്ദി പറയുന്നത്, ഇതൊക്കെ നിങ്ങള് ഒരു ദിവസം 2 ദിവസമല്ല, ഇത് ശീലമാകണം. ശീലമാകണമെങ്കിൽ എന്ത് വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശീലമാകണം. പിന്നെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ആരാണ് ആവശ്യക്കാര്? നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം വേണം, നിങ്ങൾക്ക് നന്മ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വരണം, സന്തോഷം ഉണ്ടാവണം. ആർക്കാ ആവശ്യം? നിങ്ങൾക്കാണോ നിങ്ങളുടെ അയൽപക്കത്തുള്ള വീട്ടിലുള്ളവർക്കാണോ? നമുക്ക് തന്നെ അല്ലെ? അങ്ങനെയാണെങ്കിൽ നോ പെയിൻ നോ ഗെയിൻ. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്താതെ നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്ന പോലെ ഒരാൾക്കും കെയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്ന പോലെ. കാരണം നമ്മുടെ മനസ്സിന്റെ സൃഷ്ടാക്കള് നമ്മൾ തന്നെയാണ്, നമ്മുടെ ചിന്തകളുടെ സൃഷ്ടാക്കള് നമ്മളാ. അതുകൊണ്ട് ഇനി നിങ്ങളൊന്ന് ഈ ലെവലിൽ കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയി നോക്കൂ. ഓരോ ദിവസവും തുടങ്ങുമ്പോൾ തലേ ദിവസമില്ല, പിറ്റേ ദിവസമില്ല, ഓരോ ദിവസവും ഫ്രഷ് ഡേ ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട്, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ മറ്റു 2-3 സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്തോളാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ. ഇതുകൊണ്ടാണ് ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ ഒന്നിന് റിസൾട്ട് കിട്ടും, പക്ഷെ അടുത്ത ടെക്നിക്ക് വേറൊരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുമ്പോഴേക്കും എനർജി തലം മാറിയിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കണ പോലെയാവും, കുടത്തിനകത്തേക്ക് ഒരു തുള്ളി പോലും കിട്ടില്ല. അതാണ് റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണം. ഓക്കെ, താങ്ക് യു.